നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പെ ഇപ്പോൾ 44 ഗോളുകളായിരിക്കുന്നു യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ എന്ന് പറഞ്ഞാൽ നെയ്മർ ജൂനിയറെയും മറികടന്ന് മുന്നോട്ട് പോയിരിക്കുന്നു. അതോടൊപ്പം മറ്റു ചില റെക്കോർഡുകൾ കൂടി വരുന്ന കാഴ്ച കണ്ടില്ലേ? എംബാപ്പെ പൊളിച്ചെടുക്കുകയാണ്. അദ്ദേഹം മനം കവരുന്നു, ഗോളടിക്കുന്നു, വലകുലുക്കുന്നു, ടീമിനെ വിജയിപ്പിക്കുന്നു, മുന്നോട്ട് പോകുന്നു. എംബാപ്പെ വേറെ ലെവലാണ്. ഇനിയിപ്പോൾ അടുത്ത സീസണിൽ PSG ഉണ്ടാവില്ല, അദ്ദേഹം റയലിലേക്ക് പോകുമോ, അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം. പക്ഷെ ഇപ്പോൾ തന്നെ അദ്ദേഹം ലെജൻഡുമാരെ അടക്കം മറികടന്നു പോകുന്ന കാഴ്ചയാണ്. ഡെൽ പിയറോയെ അദ്ദേഹം മറികടന്നു, നെയ്മർ ജൂനിയറെ മറികടന്നു, ഇങ്ങനെ പോവുകയാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ മറ്റാർക്കും ഇതുവരെ സാധിച്ചിട്ടില്ലാത്തൊരു നേട്ടവും അദ്ദേഹം ഇന്നലെ സ്വന്തമാക്കി. 25 വയസ്സിനിടയ്ക്ക് കൂടുതൽ ഗോൾ അടിച്ചവരുടെ ലിസ്റ്റിൽ എംബാപ്പെ എവിടെ എത്തി നിൽക്കുന്നു എന്നുകൂടി നമ്മളൊന്ന് കാണണം. എല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കുക, എംബാപ്പെ ഇന്നലെ ഗോൾ അടിച്ചതോടുകൂടി യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ തുടർച്ചയായ 10 കളികളിൽ ഹോം മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്ത തുടർച്ചയായ 10 കളികളിൽ ഗോൾ അടിക്കുന്ന താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. കഴിഞ്ഞില്ല. എംബാപ്പെ ഇപ്പോൾ ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മികച്ച പ്രകടനം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇന്നലെ റയൽ സോസിഡാഡിനെതിരെയാണല്ലോ ഗോൾ അടിച്ചത്. അതോടുകൂടി 8 ഗോളുകളാണ് അദ്ദേഹം 8 ചാമ്പ്യൻസ് ലീഗ് ഗെയിമുകളിൽ നിന്ന് സ്പാനിഷ് ടീമുകൾക്കെതിരെ നേടിയിട്ടുള്ളത്. ബാഴ്സയ്ക്കെതിരെ 4, റയലിനെതിരെ 3, റയൽ സോസിഡാഡിനെതിരെ 1. അപ്പം അദ്ദേഹം ഒരു രാജ്യത്തെ ക്ലബ്ബുകൾക്കെതിരെ നേടുന്ന ഏറ്റവും കൂടുതൽ ഗോളുകളുടെ കണക്കിൽ അത് ഒന്നാമതാണ്. ഒപ്പം ജർമ്മൻ ടീമുകൾക്കെതിരെയും ഇത്ര തന്നെ ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇനിയും നോക്കുക, ഈ സീസണിൽ ഇപ്പോൾ 38 ഗോളുകളിൽ അദ്ദേഹം ഡയറക്ട്ലി ഇൻവോൾവ് ആയിരിക്കുന്നു. 30 അപ്പിയറൻസുകൾ, 38 ഗോൾ ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ 31 ഗോളുകളും 7 അസിസ്റ്റും. ഇത് യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ അക്രോസ് ദി കോമ്പറ്റീഷൻ നോക്കുമ്പോൾ ഏറ്റവും അധികം ഗോൾ ഇൻവോൾവ്മെന്റ്സ് ഉള്ള കണക്കാണ്. എംബാപ്പയാണ് യൂറോപ്പിൽ മിന്നിക്കത്തുന്നത് എന്നർത്ഥം. ഇനിയാണ് 25 വയസ്സിനിടയ്ക്ക് 44 ഗോളുകളിലേക്ക് എത്തിയ കിലിയൻ എംബാപ്പെ റൗൾ ഗോൺസാലസിനെ മറികടന്നിരിക്കുന്നു. ആ ഒരു കണക്കിൽ 25 വയസ്സിനിടയ്ക്ക് ഏറ്റവും അധികം ഗോൾ അടിച്ചതിൻ്റെ കണക്കിൽ റൗളിനെ മറികടന്ന് എംബാപ്പെ മുന്നോട്ട് കയറുന്നു. ആരാ ഒന്നാമത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് സാക്ഷാൽ ലിയോ മെസ്സിയ. 25 വയസ്സിനിടയ്ക്ക് ഏറ്റവും അധികം യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ നേടിയത് ലിയോ മെസ്സിയ, 59 ഗോളുകൾ. എംബാപ്പെ ഇപ്പോൾ 44 ഗോളുകളിലേക്ക് എത്തിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.